വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഓട്ടോകാഡ് 2009 കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ പറഞ്ഞത് ഓട്ടോകാഡ് 2009 ഏറ്റവും പുതിയ പ്രത്യേകതയായ റിബൺ പാനലിനെ കുറിച്ചായിരുന്നു, റിബൺ കൺട്രോളിനെ കുറിച്ചായിരുന്നു. റിബൺ കൺട്രോൾസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ മനസ്സിലാക്കി. എന്തൊക്കെയാണ് ഇതിൻ്റെ ടൂൾസ്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ നമ്മൾ ശരിക്കും ഓട്ടോകാഡ് സോഫ്റ്റ്വെയറിൽ നമ്മൾ ഡ്രോയിങ്സ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കൂടി തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, എനിക്കൊപ്പം ഓട്ടോകാഡ് ഡ്രോയിങ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ, എനിക്കൊപ്പം ഇരുന്ന് ഓട്ടോകാഡ് ഡ്രോയിങ് ഓപ്പൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനിരിക്കുന്ന ഡെമോ ഫയൽസ് ഡൗൺലോഡ് ചെയ്ത ഫ്രണ്ട്സ്, അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം, എന്ത് പ്രവൃത്തിയും എന്ത് കാര്യവും ഓട്ടോകാഡിൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളിതാ ഇവിടെ വർക്ക് സ്പേസ് സ്വിച്ചിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ട്. അതിൽ നമ്മൾ ലെഫ്റ്റ് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ 2D ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് ടിക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ബാക്കിയുള്ളത് 3D മോഡലിങ്ങും ഓട്ടോകാഡ് ക്ലാസിക് എന്ന് തുടങ്ങിയ രണ്ട് ഓപ്ഷൻസാണ് അധികമായി കിടക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് എത്ര നമ്മുടെ വർക്ക് സ്പേസ് മുകളിൽ ഇവിടെ കൊണ്ടിടാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന ട്യൂട്ടോറിയൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും 2D ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഇവൻറ്റിലാണ്, ഒരു എൻവയോൺമെൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യാനിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അതാണ് ടിക്ക് ചെയ്ത് കിടക്കുന്നതെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷമാണ് നമ്മളുടെ ഓട്ടോകാഡ് ഡ്രോയിങ്ങിലേക്ക് കിടക്കുന്നത്. ഓട്ടോകാഡ് ഡ്രോയിങ് ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഓട്ടോകാഡ് 2009 ഒരു ഫ്രഷ് കോപ്പിയിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നത്, ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പം ഓട്ടോകാഡ് 2009 നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ രീതിക്കനുസരിച്ച് നിങ്ങളുടെ ഇൻ്റർഫേസ് മാറിയിട്ടുണ്ടാവും. എങ്കിലും വിഷമിക്കേണ്ട, ഓട്ടോകാഡ് 2009 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തന്നെയാണത്. ഇതാണ് അതിൻ്റെ വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഘടകം. ഓട്ടോകാഡിൽ ഡ്രോയിങ്സ് ചെയ്യുന്ന വർക്ക് സ്പേസ് എന്ന് പറയുന്ന സ്ഥലമാണിത്. മോഡൽ സ്പേസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ മോഡൽ സ്പേസിൻ്റെ കളറും രീതിയും അതിൻ്റെ പ്രത്യേകതകളും പലരുടെയും ഓട്ടോകാഡ് സോഫ്റ്റ്വെയറിൽ പല രീതിയിലായിരിക്കും. കാരണം പലരും പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അവരുടെ ഓട്ടോകാഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു എങ്ങനെയാണ് ഈ റിബൺ പാനൽ കസ്റ്റമൈസ് ചെയ്യുന്നതെന്ന്. റിബൺ പാനലിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ടൂൾസ് മാത്രം ഉപയോഗിക്കുക, ആവശ്യമില്ലാത്ത ടൂൾസ് മാറ്റുക, എങ്ങനെയാണ് അത് സോർട്ട് ഔട്ട് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ട്യൂട്ടോറിയൽ ഞാൻ കാണിച്ചു തന്നിരുന്നു. അതുപോലെ ഈ മോഡൽ സ്പേസിന് നമുക്ക് വേണ്ട വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. മോഡൽ സ്പേസിന് സൈഡിലും താഴെ ഹൊറിസോണ്ടലായിട്ടും ഇവിടെ വെർട്ടിക്കലായിട്ട് ലെഫ്റ്റ് സൈഡിലും ഒക്കെ ടൂൾസും ഓപ്ഷൻസും ഒക്കെ നമുക്ക് കൊണ്ടുവന്നിടാൻ പറ്റും. എന്നിട്ട് അത് നമ്മുടെ വർക്ക് സ്പേസ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഏറ്റവും ഈസിയായ രീതിയിൽ ഓട്ടോകാഡിൽ ഡ്രോയിങ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഓട്ടോകാഡ് 2009 നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പം പണ്ട് കാലത്ത് പേപ്പർ പെൻസിൽ ഡ്രോയിങ് ചെയ്തിരുന്ന അതുപോലെ തന്നെയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ ഓട്ടോകാഡ് 2009 തരുന്നത്. അതിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മോഡൽ സ്പേസ് എന്ന് പറയുന്ന ഈ ഭാഗം ശരിക്കും ഇൻഫിനിറ്റാണ്, അനന്തമാണ്. ഇതിനൊരു അന്തമില്ല. നമ്മളിപ്പം ഇവിടെ നിന്നൊരു ലൈൻ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതിന് ഇത്ര സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, ഇത്ര മീറ്ററാണ് എന്നുള്ള ദൂരം എന്നുള്ള രീതിയിലാണ് നമ്മളത് കണക്കാക്കുന്നത്. പക്ഷേ ഈ മോഡൽ സ്പേസ് എന്ന് പറയുന്നത് തികച്ചും അനന്തമാണ്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടുന്ന് ലൈൻ എന്ന് പറയുന്ന ടൂള് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ ഒരു ലൈൻ പോയിൻറ്റിലേക്ക് നമ്മളതിനെ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് കൊണ്ടുവന്ന് അതിനെ ചെയ്യുമ്പോൾ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ച് കഴിയുമ്പോൾ ശരിക്കും ഇത്രയാണ് ഈ ലൈൻ ടൂൾ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾ മനസ്സിലുണ്ടാവും. പക്ഷേ നമ്മൾ സൂം ഔട്ട് ചെയ്ത് നോക്കുകയും സൂം ഇൻ ചെയ്ത് നോക്കുമ്പോൾ കാണാം ശരിക്കും വളരെ ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഈ ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണ് അതിൻ്റെ അവസാനം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പം തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡൽ സ്പേസ് എന്ന് പറഞ്ഞൊരു ഭാഗം ഇൻഫിനിറ്റാണ്, അനന്തമാണ്. നമ്മൾ എത്ര സ്ഥലം കൺസ്യൂം ചെയ്യുന്നു, എത്ര സ്ഥലം പരിമിതിക്കുള്ളിലാണ് നമ്മൾ ഡ്രോയിങ് വരയ്ക്കുന്നത് എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എത്ര വേണമെങ്കിലും നമുക്കിതിൽ വരച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഓട്ടോകാഡ് 2009 ഒരു പ്രത്യേകത. അപ്പോൾ മോഡൽ സ്പേസിനെ കുറിച്ചും മനസ്സിലാക്കി, വർക്ക് സ്പേസിനെ കുറിച്ച് മനസ്സിലാക്കി. വർക്ക് സ്പേസ് 2D ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു.
വോൾ സ്പേസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ഡ്രോയിങ്സിലേക്ക് പതിയെ പതിയെ നമുക്ക് കിടക്കാം. ഡ്രോയിങ്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസ് പോലെ ശരിക്കും ഒറിജിനൽ 3D എഫക്റ്റുള്ള ഡ്രോയിങ്സ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വരെയുള്ള രീതിയിൽ വരെയുള്ള ട്യൂട്ടോറിയൽസ് AutoCAD 2009 ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അത് കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് അതിൻ്റെ ഡെമോ ഫയൽസോട് കൂടി നിങ്ങൾക്കത് മലയാളം ട്യൂട്ടോറിയൽസ് എന്ന വെബ്സൈറ്റിൽ നിന്നും tutorialsinmalayalam.com എന്ന വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് AutoCAD 2009 ഡ്രോയിങ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു.